ഹലോ, ഞാനിന്നൊരു അടിപൊളി ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. വെരി സിമ്പിളായിട്ടുള്ള ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് വേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. ഇത് അരക്കണയിൽ കൂടെ നമ്മൾ ഒരു പിടി കടലയാണ് കേട്ടോ ഇടുന്നത്. ഒരു തൊലി കളഞ്ഞ ഒരു പിടി കടല. പിന്നെ അതിലേക്ക് വേണ്ടത് കുറച്ച് തൈരും കൂടിയാണ്. ഇത് നന്നായി അരച്ച് വെക്കുക. പിന്നെ നമുക്ക് വേണ്ട 2-3 സബോളയാണ് നെയ്യ് ചട്ടിയിൽ ഇട്ടതിന് ശേഷം ഈ സബോള കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. ഒരു ഗോൾഡൻ കളറിൽ മൊരിഞ്ഞ് കിട്ടണം കേട്ടോ. മൊരിഞ്ഞിട്ടുള്ള ഒരു ഇതിലാണ് കിട്ടേണ്ടത്. പിന്നെ അതിലേക്ക് നമ്മൾ മസാല വേവിച്ചത് അരച്ച് വെച്ചത് വേവിക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കുക. ഈ മസാലയും സബോളയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു 1-1.5 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ഗരം മസാലപ്പൊടി കുറച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മളതിലേക്ക് ഞാൻ ബീഫ് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ബീഫിനെ അതിലേക്കിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. പിന്നെ അത് ബീഫിനിട്ടിട്ട് ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് സിമ്മിലിട്ടിട്ട് ഒന്ന് മൂടി വെക്കുക കേട്ടോ. അപ്പോൾ ആ മസാലയും ബീഫും ഒക്കെ കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ടാവും. നല്ല മണമാണ് കേട്ടോ. നല്ല ടേസ്റ്റുമാണ് ആ മസാല. പിന്നെ നമ്മൾ അത് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ റൈസ് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ റൈസ് വേവിച്ചതിനെടുത്തിട്ട് നമ്മൾ ഇതിൽ ഇടുകയാണ് ബിരിയാണി. നമ്മൾ ജീരകശാല അരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ആ അരി ഈ ബീഫ് ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമ്മളത് അതിൽ മേലെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. വീണ്ടും അതിൻ്റെ മേലെ കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് മല്ലിയിലൊക്കെ ഇട്ട് കൊടുത്ത് ഒന്നും കൂടി ഒരു 5 മിനിറ്റ് സിമ്മിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. ശേഷം നമ്മളതെടുത്ത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എടുത്ത് നോക്കുന്നതിൽ തക്കാളി ഒന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല. അതാണ് ഇതിൻ്റെ സ്പെഷ്യൽ. അതായത് തക്കാളിയെ ഇടാനുള്ള ബിരിയാണിയാണ്. അപ്പോൾ നിങ്ങളിതൊന്ന് ചെയ്ത് നോക്ക്. നല്ല ടേസ്റ്റാണ്. മക്കൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. അധികം എരിവൊന്നുമില്ല. സിമ്പിളായിട്ട് ഉണ്ടാക്കാം. പെട്ടെന്ന് ആര് വന്നാലും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ബിരിയാണിയാണ്. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.